ഞാനൊന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഒരു വീഡിയോ കാണാനിടയായി. മരണത്തിലേക്ക് കാലും നീട്ടിയിരിക്കുന്ന ഒരു വയസ്സായ കിളവൻ പച്ചയായിക്കൊണ്ട് മുസ്ലിമീങ്ങൾക്കെതിരെ വർഗീയത പറയുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. അയാൾ നല്ല ഒന്നാന്തരം സംഖ്യയാണ് എന്ന് അയാളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ആ ഒരു വീഡിയോ നിങ്ങളെ ഒന്ന് കാണിക്കാം. നമ്മളുടെ കല്യാണങ്ങൾക്കോ മറ്റ് ഫംഗ്ഷനുകൾക്കോ അതുപോലെ അവരുടെ ഫംഗ്ഷനുകൾക്കോ കല്യാണങ്ങൾക്കോ നമ്മൾ പോകാൻ പാടില്ല. അവർ നമ്മളുടെ അടുത്ത് വരാനും പാടില്ല. അവരുമായിട്ടുള്ള എല്ലാ സഹവാസങ്ങളും നിർത്തിവെക്കുക. മുസ്ലിം എന്നാൽ തീവ്രവാദികളാണ്. അവർ എപ്പോഴും നമ്മളെ നശിപ്പിക്കാൻ നോക്കിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ വീണ്ടും പറയുകയാണ്, യാതൊരു കാരണവശാലും പുരുഷനായാലും സ്ത്രീയായിരുന്നാലും സുഡാപ്പികളുടെ അടുത്തേക്ക് ഒന്നിനു വേണ്ടിയും പോകാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു മതം. കേൾക്കാവുന്നവർക്ക് കേൾക്കാം, ഇല്ലാത്തവർക്ക് വിടാം. എന്തായാലും അത് നിങ്ങളുടെ ഇഷ്ടം. വന്ദേ മാതരം. ഇയാളുടെ ഈ സംസാരത്തിൽ നിന്നും ഇയാൾക്ക് മുസ്ലിമീങ്ങളോടുള്ള വെറുപ്പ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. മുസ്ലിമീങ്ങളുടെ ചടങ്ങുകളിൽ, അതായത് ഫംഗ്ഷനുകളിലൊന്നും പങ്കെടുക്കരുത് എന്നും അവർ തീവ്രവാദികളാണെന്നും നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി നോക്കുന്നവരാണെന്നൊക്കെ ഈ കിളവൻ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്. നമുക്കറിയാം, പ്രായമാകുമ്പോൾ സാധാരണ മനുഷ്യരിലൊക്കെ പക്വതയും സ്നേഹവും ഒക്കെയാണ് കൂടേണ്ടത്. എന്നാൽ ഈ കിളവൻ്റെ മനസ്സ് മുഴുവനും വർഗീയതയും വിദ്വേഷവും മാത്രമാണ്. പ്രായമായില്ലേ, ഇനിയെങ്കിലും മനസ്സിലുള്ള ആ വർഗീയതയും വിദ്വേഷവും വെറുപ്പുമൊക്കെ എടുത്തു കളഞ്ഞ് നല്ലൊരു മനുഷ്യനായി ജീവിച്ചുകൂടെ? നോക്ക്, നമ്മൾ ജനിച്ചതും വളർന്നതും അയൽക്കാരൻ്റെ മതം നോക്കിയല്ല. പെരുന്നാളിന് ബിരിയാണിയും ഓണത്തിന് സദ്യയും ക്രിസ്മസിന് കേക്കുമൊക്കെ പരസ്പരം പങ്കുവെച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും ജീവിച്ചത്. ഒരു നാട്ടിൽ ഒരു മരണമുണ്ടായാലോ ഒരു ദുരന്തമുണ്ടായാലോ അവിടെ ഓടിയെത്തുന്നത് മനുഷ്യർ ജാതിയുടെയും മതത്തിൻ്റെയും പേര് നോക്കിയിട്ടല്ല. ഈ കൊച്ചു കേരളത്തെ ലോകത്തിന് മുന്നിൽ മാതൃകയാക്കുന്നത് ഇവിടുത്തെ മനോഹരമായ മതസൗഹാർദ്ദമാണ്. അതിനെയാണ് ഇങ്ങനെയുള്ള ചില കിളവന്മാർ അതിനെ ഒന്ന് തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അവരുമായിട്ട് സഹവാസം ഒന്നും നടത്തരുതത്രേ. അവരുടെ ഫംഗ്ഷനുകളിലും കല്യാണങ്ങളിലും ഒന്നും പങ്കെടുക്കരുതത്രേ. എന്തോ നടയത്. പിന്നെ കിളവൻ പറയുന്നത് മുസ്ലിമീങ്ങൾ അവർ തീവ്രവാദികളെന്നാണ്. ഈ സംഘികൾ എപ്പോഴും മറ്റുള്ളവരെ രാജ്യദ്രോഹികളാക്കാൻ വേണ്ടി വ്യഗ്രത കാണിക്കുന്നവന്മാരാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിൻ്റെ സുരക്ഷ അപകടത്തിലാക്കിയത് ആരാണ്? ഇന്ത്യയുടെ അതീവ രഹസ്യ വിവരങ്ങളൊക്കെ പാകിസ്ഥാന് ചോർത്തി നൽകിയ കേസിൽ പിടിയിലായ സംഘികളെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഇവന്മാരൊന്നും വേണ്ടാത്തത്? നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒരുപാട് വാർത്തകൾ നമ്മളെല്ലാവരും കേൾക്കുന്നുണ്ട്. ഒരുപാടെണ്ണത്തിന് എന്നെ പിടികൂടിയിട്ടുണ്ട്. അതിൽ BJP നേതാക്കളടക്കമുണ്ട്. DRDO ശാസ്ത്രജ്ഞനായ പ്രദീപ് കുരുൽക്കറും ഹണി ട്രാപ്പിൽപ്പെട്ട് ഇന്ത്യയുടെ മിസൈൽ രഹസ്യവിവരങ്ങൾ പാകിസ്ഥാന് ചോർത്ത് നൽകിയപ്പോൾ അയാൾക്ക് ഏതു സംഘടനയുമായിട്ടാണ് ബന്ധമുണ്ടായിരുന്നത് എന്ന് ഈ സംഘികൾക്കറിയാമോ? RSSുമായി നല്ല അടുത്ത ബന്ധമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഇയാൾ. അതുപോലെ മധ്യപ്രദേശിൽ BJP IT സെൽ ഭാരവാഹിയായിരുന്ന ധ്രുവ് സക്സേനയും സംഘവും പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയതിന് ഒഫീഷ്യൽ സീക്രറ്റ്സ് ആക്ട് പ്രകാരം അറസ്റ്റിലായിട്ടുണ്ട്. സ്വന്തം പക്ഷത്തുള്ളവർ രാജ്യത്തെ ഒറ്റിക്കൊടുക്കുമ്പോൾ ഇവന്മാർക്ക് എല്ലാവർക്കും മൗനമാണ്. എന്നിട്ടാണ് രാജ്യസ്നേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റും പിടിച്ച് മറ്റുള്ളവർക്ക് നേരെ വിരൽ ചൂണ്ടുന്നത്. അതെന്താ കിളവ, ഇവന്മാരൊന്നും തീവ്രവാദികളല്ലേ? സ്വന്തം രാജ്യത്തിൻ്റെ രഹസ്യവിവരങ്ങൾ ഒറ്റിക്കൊടുക്കുകയാണ്. ഹിന്ദുധർമ്മത്തിൻ്റെ കാവൽക്കാരാണ് എന്നാണ് സ്വയം ഈ സംഘികളൊക്കെ അവകാശപ്പെടുന്നത്. എന്നാൽ ഇവർക്ക് യഥാർത്ഥ ഹിന്ദുധർമ്മം എന്താണെന്ന് പോലും അറിയില്ല. ഉദാരമനസ്കരായ ആളുകൾക്ക് ഈ ലോകം മുഴുവൻ ഒരു കുടുംബമാണ് എന്നാണ് മഹത്തായ സനാതനധർമ്മം പഠിപ്പിക്കുന്നത്. അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ഞാൻ മനോഹരമായ ഒരു വീഡിയോ കണ്ടു. ഒരു മുസ്ലിം യുവാവ് അദ്ദേഹം നോമ്പ് തുറക്കാൻ വേണ്ടി വെറും 10 രൂപയുടെ ആ ഒരു നോട്ടും കൊണ്ടുപോയിട്ട് ചോറ് ചോദിച്ച് ഒരു ഹൈന്ദവ സഹോദരനായ ചാച്ചായുടെ കടയിൽ ചെല്ലുന്നുണ്ട്. യുവാവിന് നോമ്പ് തുറക്കാനാണെന്ന് മനസ്സിലാക്കിയ ചാച്ച അദ്ദേഹം പണം വാങ്ങാൻ കൂട്ടാക്കിയില്ല. അതുമാത്രമല്ല, തൻ്റെ കടയിലെ ഏറ്റവും നല്ല വിഭവങ്ങളായ ദാൽ മഖ്നിയും അതോടൊപ്പം ഷാഹി പനീറും നാനും ഒപ്പം കുടിവെള്ളവും ഒക്കെ ആ യുവാവിന് ആ മനുഷ്യൻ സ്നേഹത്തോടുകൂടി പാക്ക് ചെയ്ത് നൽകുന്നുണ്ട്. യുവാവ് താൻ മുസ്ലിമാണെന്ന് ഓർപ്പിച്ചപ്പോൾ ആ ചാച്ച എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അതിന് നിൻ്റെ ചോരയുടെ നിറം നീലയാണോ? എൻ്റെ ചോര ചുവപ്പാണ്, നിൻ്റെ ചോരയും ചുവപ്പാണ്. നമ്മൾ മനുഷ്യരെല്ലാം ഒന്നാണ്. ബായി ആണ്. എത്ര മനോഹരമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. പണം വാങ്ങിയില്ല എന്ന് മാത്രമല്ല, പുറമേ മധുരം വാങ്ങിക്കഴിക്കാൻ 100 രൂപ കൂടി ആ യുവാവിൻ്റെ കയ്യിൽ ആ ചാച്ച എന്ന് പറയുന്ന മനുഷ്യൻ വെച്ച് കൊടുക്കാനും മറന്നില്ല. ഇതാണ് യഥാർത്ഥ ഹൈന്ദവ സംസ്കാരം. ഞാൻ ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കാണിക്കാം. अच्छा 10 रुपए का चावल पैक कर दो। क्या करोगे? चाचा रोजा खोलना है, मेरा अफ्तारी का टाइम हो रहा है। अब
अरे यार रोजा खोलना है। हाँ रोजा खोलना है। इसको अपने पर रखो। देखो ये आगे गर्मा दाल मखनी। अरे चाचा मुझे मस्जिद जाना है चाचा, खाना नहीं है। अच्छा वहाँ खोलोगे? वहाँ जाके खोलने हैं। लो जी लो, ये आपकी दाल मखनी पैक कर दी, एक करीम डाल दी, हो मक्खन डाल दिया, यहाँ शाही पनीर। अरे चाचा पर मेरे पास तो 10 रुपए ही हैं। अरे मेरे मालिक तो क्यों चिंता कर रहे हो, हम बैठे ना। अरे नुकसान हो जाएगा आपका। का नुकसान होगा, मेरे महादेव बैठे हैं, ऊपर वाला बैठा है, कोई नुकसान नहीं होगा भाई। आप रोजा खोल रहे हो, इतना बड़ा काम कर रहे हो, रोजा रखा हुआ आपने यार, रोजा खोलोगे, शबाब का काम कर रहे हो आप, तो हमारा कुछ फर्ज बनता है भाई। पर चाचा मैं तो मुस्लिम हूँ। तो फिर क्या हो गया भाई, मुस्लिम हो तो फिर तुम्हारा खून पीला है? नहीं हरा है। लाल है। तो हमारा कौन सा है? लाल है। तो फिर क्या हो, हम तो भाई सब भाई भाई हैं। भाई भाई हैं। ये तो यार सारी ऐसे ही खाम खाई की बातें बना रखी है। हम हिंदू मुस्लिम सिख रहे सब भाई भाई हैं भाई आपस में। ये आपकी चटनी प्याज भी आ गया, और ये आपके 2 नान मक्खन वाले आ गए, एक पानी की बोतल आपके लिए। अरे चाचा इतना सारी चीज। और सुनो, हाथ करो आगे, ये 100 रुपए लो, कुछ मीठा भी साथ में खा लेना। अरे चाचा नुकसान हो जाएगा चाचा आपका। मेरा कोई नुकसान नहीं होगा, ऊपर वाला मुझे और देगा। और देगा? अरे बैठे मेरे महादेव करने वाले, खुला चाचा खाओ। नुकसान हो रहा है तो ना खिलाइए। भाई साहब कोई नुकसान नहीं हो रहा, इतना बढ़िया आप काम करो, या खोल लो, या मुझे भी तो कुछ लगेगा फल। चाचा आप भी मुस्लिम हो क्या? भाई ये हिंदू। हिंदू? हाँ पर चाचा आपकी उम्र से भी ज्यादा ना संस्कार है आप में। भाई सब आप लोगों का प्यार है, ऐसे प्यार बना रहे हमारा आपस में, हिंदू मुस्लिम सिख ईसाई ऐसे भाईचारा बना रहे, एक दूसरे मदद करते रहो। और मैं तो खुद भी कहूँगा भाई, जहाँ आपको मजबूर मिले उसकी मदद करो। നോക്കൂ, ഇതാണ് യഥാർത്ഥ ഹൈന്ദവ സംസ്കാരം എന്ന് പറയുന്നത്. അല്ലാതെ ഹിന്ദുമതം ഒരിക്കലും അപരവൽക്കരണമോ വിദ്വേഷമോ പഠിപ്പിക്കുന്നില്ല. ജീവകാരുണ്യവും സ്നേഹവും പ്രകൃതിയോടുള്ള ആദരവുമാണ് അതിൻ്റെ കാതലെന്ന് പറയുന്നത്. എന്നാൽ ഈ പറയുന്ന സംഖ്യകൾ വന്മാരാരും യഥാർത്ഥ ഹിന്ദുക്കളല്ല. അവർ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇത്തരത്തിൽ മതത്തെ ഉപയോഗിക്കുന്ന വർഗീയവാദികൾ മാത്രമാണ്. നല്ലവരായ ഹിന്ദുക്കൾക്ക് പോലും അപമാനമാണ് ഇതുപോലെയുള്ള സംഖ്യകൾ. കേരളത്തെ സംബന്ധിച്ച് ഇവിടെയുള്ള ജനങ്ങളെല്ലാവരും ഒന്നാണ്. അവിടെ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ അങ്ങനെ വേർതിരിവില്ലാതെ എല്ലാവരും സാഹോദര്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി ജീവിച്ചു പോകുന്നൊരു മണ്ണാണ് നമ്മുടെ കേരളം. കേരളത്തിൽ ഓരോ ദുരന്തങ്ങൾ വരുന്ന സമയത്തെല്ലാം കേരളത്തിലെ ജനങ്ങളെല്ലാവരും ഒരൊറ്റ മനസ്സായി നിന്നുകൊണ്ടാണ് അതിനെല്ലാം നേരിട്ടത്. പ്രളയം വന്ന സമയത്തും കോവിഡ് വന്ന സമയത്തും നമ്മളെല്ലാവരും അതിജീവിച്ചത് ഒരുമിച്ച് നിന്നതുകൊണ്ടാണ്. അമ്പലത്തിലെ ഉത്സവത്തിന് മുസ്ലിം സഹോദരങ്ങൾ വെള്ളം കൊടുക്കുന്നതും നബിദിനത്തിൻ്റെ റാലിയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഹിന്ദു സഹോദരങ്ങൾ മുട്ടായും വെള്ളവും ഒക്കെ കൊടുക്കുന്നതും പള്ളി പെരുന്നാളിന് ഹിന്ദു സഹോദരങ്ങൾ ഒപ്പം നിൽക്കുന്നതുമായ എത്രയോ സംഭവങ്ങൾ, എത്രയോ വീഡിയോകൾ നമ്മളെല്ലാവരും സമൂഹ മാധ്യമങ്ങളിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും ഒക്കെ കണ്ടു. നോക്കി, ഇത്തരം ആളുകൾ ഇതുപോലെയുള്ള വിദ്വേഷ വാക്കുകളൊക്കെ അതിങ്ങനെ പറയുന്നത് വെറുതെ പറയുന്നതൊന്നുമല്ല. ഇതിന് പിന്നിൽ കൃത്യമായ അജണ്ടകളുണ്ട്. സമൂഹത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കുക, വോട്ട് ബാങ്ക് സൃഷ്ടിക്കുക, മനുഷ്യർക്കിടയിൽ സംശയത്തിൻ്റെ മതിൽക്കെട്ടുകൾ പണിയുക എന്നിവയാണ് ഇവന്മാരുടെ പ്രധാന ലക്ഷ്യം. നോക്കി, ഇതുപോലെയുള്ള ആളുകളെ, ഇത്തരത്തിൽ മനസ്സിൽ വർഗീയതയും വിദ്വേഷം കൊണ്ട് ജീവിക്കുന്ന ഇതുപോലെയുള്ള ആളുകളെ കേരള സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്.